അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ ഭയങ്കര തലവേദനയും 2 ദിവസമായിട്ട് പനി ഉണ്ടായിരുന്നു. പനി മാറി. എന്തായാലും ന്യൂസിലാൻഡിൽ കോവിഡ് കേസസ് ഒക്കെ കൂടുന്നതുകൊണ്ട് ഒരു റാറ്റ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. റാറ്റ് എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റിൻ്റെ കിറ്റ് കിട്ടും. അത് നമുക്ക് ഹൗസ് ഹോൾഡിൽ ആർക്കെങ്കിലും കോവിഡോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇപ്പം എനിക്ക് ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടി. അപ്പം അത് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റിനുള്ള കിറ്റ്. ഇത് ഒരു പാക്കറ്റിനകത്ത് 5 എണ്ണം ഉണ്ടാവും. സോ ഇതാണ് നമ്മുടെ നേസൽ സ്വാബ്. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ മൂക്കിനകത്തുനിന്ന് സാമ്പിൾ എടുക്കുക. അതിങ്ങനെ മൂക്കിൽ കയറ്റിയിട്ട് ഇങ്ങനെ തിരിക്കുമ്പം നമുക്ക് സാമ്പിൾ കിട്ടും. ഇതാണ് എക്സ്ട്രാക്ഷൻ ബഫർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് ഇതിനകത്തേക്കായിരിക്കും സ്വാബ് ഇടുക. അതായത് നമ്മുടെ സാമ്പിൾ ഇതിനകത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ സൊല്യൂഷനായിരിക്കും നമ്മൾ എന്നിട്ട് ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യണം. ഇതാണ് ആ ട്യൂബ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ജസ്റ്റ് ഒരു ട്യൂബ് സ്റ്റാൻഡായിട്ടൊരു സംഭവം. അപ്പോൾ ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്കിതിനകത്തേക്ക് ഈ സാധനം വെക്കുമ്പോഴത്തേനും അത് ഡിസ്പ്ലേസ് ആവാതൊക്കെ ഇരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡാണിത്. ഇത് നമ്മുടെ ഓരോ ടെസ്റ്റ് കിറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രിപ്പ്. ഇതിനകത്ത് ഈ എസ് എന്ന് കാണുന്നതിനകത്തേക്ക് ഈ പോർഷൻ, ഈ വട്ടത്തിലിരിക്കുന്ന പോർഷനാണ് നമ്മുടെ സാമ്പിൾ വെല്ല്. അതിനകത്തേക്ക് വേണം ഒരു 4 തുള്ളി നമ്മുടെ സൊല്യൂഷൻ ഒഴിക്കാനായിട്ട്. പിന്നെ ഈ സ്ട്രിപ്പ് ആക്റ്റീവാണ്, വർക്കിംഗ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ സീഡ് അവിടെ ഒരു വര വന്നു കഴിഞ്ഞാലാണ്, നമ്മൾ സാമ്പിൾ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു വര വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആക്റ്റീവാണ്, കുഴപ്പമൊന്നും ഇല്ലാത്ത സ്ട്രിപ്പാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അവിടെ ഇപ്പോൾ ഒരു വര വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെസ്റ്റ് ഇൻവാലിഡ് ആയിരിക്കും, റിസൾട്ട് അപ്പം കറക്റ്റ് കിട്ടില്ല. നമുക്ക് ഒഴിച്ചു നോക്കാം. ശിവനെ എന്തോന്നടേ അപ്പുറത്തെ നോക്കും. അയ്യോ കുത്ത കേറ്റ്. ഓ ചൊറിയതു ഇട്. ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾ സ്വാബ് എടുത്തിട്ടുണ്ട്. സ്വാബ് എടുത്തു കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇങ്ങനെ നിറയ്ക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. കാണുന്നുണ്ടോ? ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ എടുത്ത സാധനങ്ങൾ മുഴുവൻ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഞെക്കിപ്പിടിച്ച് ഈ അടിയിൽ ഇങ്ങനെ ഞെക്കിപ്പിടിച്ച് ഇങ്ങനെ പിഴിഞ്ഞങ്ങ് എടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഈ സാധനം, സ്വാബ് എടുത്ത സാധനം ഇതിലേക്ക് അങ്ങിട്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. ആർക്കൊരു ബുദ്ധിമുട്ടില്ല, അത് ഡിസ്പോസ് ചെയ്യാം. അങ്ങനെ റിസൾട്ട് വന്നു. ഞാൻ നെഗറ്റീവാണ്, കോവിഡ് ഇല്ല. അപ്പം ഇപ്പം ഇവനെന്താ ഡ്രസ്സ് മാറി നിൽക്കുന്നതെന്നല്ലേ? കോവിഡ് ഇല്ലെങ്കിലും പെട്രോളിൻ്റെ പൈസ മാരകമായിട്ട് കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോയി പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളങ്ങ് നടക്കും. ഫുൾ ടാങ്ക് അടിച്ചിടണം, ഇല്ലെങ്കിൽ പണി പാളും. ബൈഡൻ പണി എന്നല്ലോ.